നമ്മുടെ മനോഭാവം പോലിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കുടിക്കാൻ തന്നിരിക്കട്ടെ. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ശോ ഇതെന്ത് കഷ്ടം, ഗ്ലാസ് നിറയെ വെള്ളമില്ലല്ലോ എന്ന്. മറ്റൊരാൾക്ക് പറയാം, ഹോ കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയല്ലോ എന്ന്. യാഥാർത്ഥ്യം ഒന്നാണ്. എന്നാൽ ഓരോരുത്തരുടെ മനോഭാവം പോലെ അത് സന്തോഷമോ സങ്കടമോ ആക്കാവുന്നതാണ്. ഇന്ന് യോസഫിൻ്റെ ജീവിതത്തിൽ കൂടി നാം കാണുവാൻ പോകുന്നത് ഇതുപോലെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. യോസഫിൻ്റെ ജീവിതത്തിലൂടെയാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മുടെ പഠനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. യോസഫ് തൻ്റെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെത്തി എന്നതിനെക്കുറിച്ചാണ് 45 അധ്യായത്തിൽ നാം പഠിക്കുന്നത്. കഴിഞ്ഞ 20 അധികം വർഷങ്ങളായി താൻ കാണാതിരുന്ന തൻ്റെ സഹോദരന്മാരെ യോസഫ് കാണുന്നതും, യോസഫ് മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന സഹോദരന്മാരുടെ മുൻപിൽ അന്നത്തെ ലോകശക്തിയായിരുന്ന മിസ്രൈമിൻ്റെ ഭരണാധികാരിയായി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതുമായ ഈ രംഗത്തേക്കാൾ പ്രധാനപ്പെട്ട വേറെന്താണ് യാക്കോബിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാനുള്ളത്? ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് യോസഫിൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ആകുന്നു. അതെ, താൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവൻ വീക്ഷിച്ചത് എത്ര വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യരെല്ലാം ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് സ്വാഭാവികമാണ്. ചിലത് നമുക്ക് സൗകര്യമായവ, ചിലത് നമുക്ക് അസൗകര്യമായവ. എന്നാൽ നാം ഓരോ പ്രയാസ സാഹചര്യങ്ങളെയും എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ വളർത്തുമോ തളർത്തുമോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒന്നാമത് യോസഫ് തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ടു എന്ന് മാത്രമല്ല, എല്ലാ രംഗത്തും അവൻ വിശ്വസ്തനുമായിരുന്നു. അഥവാ യോസഫ് എന്തെങ്കിലും കുറുക്കുവഴികളിലൂടെ തൻ്റെ പ്രതികൂലങ്ങളെ മറികടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ രസകരമാണ്. അങ്ങനൊരു കുറുക്കുവഴി യോസഫ് കണ്ടുപിടിച്ച് കനാനിലേക്ക് മടങ്ങി വന്ന് അപ്പൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ച് ജീവിച്ചിരുന്നെങ്കിൽ യോസഫിന് സന്തോഷമായിരുന്നേനേയും, യാക്കോബിന് അതിലും സന്തോഷമായിരുന്നേനേയും. പക്ഷെ സംഭവിക്കുന്നതോ ഭയങ്കരമായ ക്ഷാമം ദേശത്ത് വരും. ഫറവോൻ ആരും മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നതിനാൽ കരുതലുകളൊന്നും ചെയ്തിരുന്നിരിക്കില്ല. അങ്ങനെ അനേകായിരങ്ങൾ ചത്തൊടുങ്ങിയേനും ആ കൂട്ടത്തിൽ യാക്കോബും മക്കളും തീർന്നുപോയേനും, അല്ലെങ്കിൽ വലിയ കഷ്ടത്തിൽ കൂടി കടന്നുപോയേനും. അങ്ങനെ ലോകരക്ഷകനായ ക്രിസ്തുവിനെ അബ്രഹാമിൻ്റെ സന്തതിയായി അയച്ച് മാനവജാതിയെ വീണ്ടെടുക്കും എന്ന് ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി അസാധുവാകും. ശരിയല്ലേ? നടക്കാതിരുന്ന ആ വിഷയങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതം സന്തുഷ്ടമാക്കുവാൻ ശ്രമിക്കുന്ന നമുക്കൊക്കെ നല്ല ഒരു പാഠമായിരിക്കും. ഉദാഹരണത്തിന്, യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ വെറുത്തില്ലായിരുന്നെങ്കിൽ, പൊത്തിഫേറിൻ്റെ വീട്ടിൽ ഒരടിമയായി അവനെ വിറ്റില്ലായിരുന്നെങ്കിൽ, പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിനെ പ്രലോഭിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, യോസഫ് അവളുടെ പ്രലോഭനത്തിൽ വീണിരുന്നെങ്കിൽ, പൊത്തിഫർ യോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചില്ലായിരുന്നെങ്കിൽ, പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിനെ കുറെ കാലത്തേക്ക് മറന്നില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് എങ്കിൽ എന്നാൽ ഓർക്കണം, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഈ പറഞ്ഞ എങ്കിൽ ഒന്നും ഇല്ല, ഒക്കെ ഉവ്വാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ അസാധുവാക്കുവാൻ യാതൊരു മനുഷ്യനാലും കഴിയുകയില്ലല്ലോ. യോസഫിനെ ആരാക്കണമെന്നും അതിലൂടെ എന്ത് നേടണമെന്നുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ അവനുള്ള വഴികൾ അവൻ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നോർക്കണം. ഞാനത് പറയുമ്പോൾ ഉണ്ടാകാറുള്ളൊരു ചോദ്യമുണ്ട്. അന്നേരം പിന്നെ യോസഫിൻ്റെ സഹോദരന്മാരും പൊത്തിഫേറിൻ്റെ ഭാര്യയും എല്ലാം ചെയ്തത് ദൈവം പറഞ്ഞിട്ടല്ലേ? അത് നല്ല കാര്യവുമല്ലേ?
കാരണം യോസഫ് ഈ സ്ഥാനത്തെത്തിയത് അതുകൊണ്ടല്ലേ? ഒന്നാന്തരം വാദഗതി. ഇത് ഇസ്കറിയോത്ത യൂദായെ ന്യായീകരിക്കുന്നത് പോലെയാകുന്നു. മനുഷ്യന്റെ രക്ഷയ്ക്കായി ക്രിസ്തു മരിക്കുവാൻ ഇടയായത് യൂദ ഒറ്റിക്കൊടുത്തത് കൊണ്ടല്ലേ, അതുകൊണ്ട് യൂദ ചെയ്തത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്നത് പോലെയുള്ളിത്. അങ്ങനെ ചിന്തിക്കുന്ന സുഹൃത്തെ, ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം യോസഫാണ്, അല്ലാതെ പൊത്തിപ്പേറിന്റെ ഭാര്യയോ യോസഫിന്റെ സഹോദരന്മാരോ ഒന്നുമല്ല. അവന്റെ കാര്യം വിശദീകരിക്കുവാനാണ് മറ്റെല്ലാവരും കയറി വന്നിരിക്കുന്നത്. യോസഫിനെ ചില വലിയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം പലരെയും ഉപയോഗിച്ചു എന്നത് ശരിയാണ്. പലരും ചെയ്ത പ്രവർത്തനങ്ങൾ യോസഫിന് ദോഷം വരണം എന്ന ചിന്തയോടുകൂടിയായിരുന്നു. ശരി എന്താണെന്നറിഞ്ഞിട്ടും അത് വകവയ്ക്കാതെ തെറ്റ് ചെയ്യുവാൻ തയ്യാറായപ്പോൾ ഈ പറഞ്ഞ മനുഷ്യരെ ദൈവം അനുവദിച്ചു. ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ദൈവം അവരെ ഉപയോഗിക്കുന്നത്. നല്ലവനായ ഒരുവനെ കൊണ്ട് ചീത്ത പ്രവൃത്തി എടുപ്പിച്ച് ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റുകയല്ല, പിന്നെയോ ദൈവഹിതത്തിന് വെളിയിൽ ജീവിക്കുന്നവനെ കൊണ്ട് അവൻ്റെ സ്വാഭാവിക പ്രവർത്തനത്താൽ ദൈവം തൻ്റെ മക്കളെ പരീക്ഷിച്ചു എന്ന് വന്നേക്കാം. അത് ദൈവമക്കളുടെ നന്മയ്ക്ക് കൂടി വ്യാപരിക്കും എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെ തിന്മ നന്മയായി മാറുന്നത് കാണുമ്പോൾ ദോഷം പ്രവർത്തിച്ചവന് അനുതപിച്ച് യഥാസ്ഥാനപ്പെടുവാനുള്ള അവസരവും ദൈവം ഒരുക്കും. യൂദായ്ക്കും ആ അവസരമുണ്ടായിരുന്നു. പത്രോസിനെ പോലെ തന്നെ എല്ലാം സ്വന്തം തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. നന്നാകണോ? അതിനുള്ള അവസരമുണ്ട്. കൂടുതൽ മോശമാകണോ? അതും താങ്കളുടെ തീരുമാനം. ഏതായാലും യോസഫ് ദൈവഹിതത്തിൽ തന്നെ തുടരുന്നതത്രേ നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ നാം മനസ്സിലാക്കുവാൻ പോകുകയാണ്. 45-ന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. അപ്പോൾ എന്ന് പറഞ്ഞത് മനസ്സിലായോ? 44-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന ആ യഹൂദയുടെ പ്രസംഗം, അവൻ്റെ ആ സംസാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 45-ാം അധ്യായം വരുന്നത്. ഈ പറഞ്ഞ സമയത്ത് യോസഫിന് മുറിയിൽ നിന്നും വെളിയിൽ പോകുവാൻ സാധിച്ചില്ല. പണ്ട് കരച്ചിൽ വന്നപ്പോൾ അവൻ പെട്ടെന്ന് വെളിയിൽ പോയി. അവൻ അങ്ങനെ തന്നെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ഇപ്പോൾ ചെയ്തത്. കാര്യം എന്താകുന്നു എന്ന് ആർക്കും പിടികിട്ടുന്നില്ല. യോസഫിന് മാത്രമേ കാര്യമറിയൂ. ഇനിയും താൻ ആരാകുന്നു എന്ന് തൻ്റെ സഹോദരന്മാരോട് പറയാതിരിക്കേണ്ടതിന് ഒരു കാരണവും അവൻ കാണുന്നില്ല. അവൻ തൻ്റെ സഹോദരന്മാരെ ശരിക്കും പരീക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, യേശു കർത്താവ് തന്നെ തന്നെ തൻ്റെ സഹോദരന്മാർക്ക്, അതെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തുന്ന ദിവസം വരുന്നു. അവൻ ആദ്യം വന്നപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. വാസ്തവത്തിൽ അവനെ ക്രൂശിക്കുവാൻ അവർ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അന്ന് ചെയ്തത്. എന്നാൽ അവൻ രണ്ടാമത് വരുമ്പോൾ അവൻ തന്നെ തന്നെ തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. സെക്രിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താ എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നുത്തരം പറയും. ക്രിസ്തു തന്നെ തന്നെ തൻ്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. സെക്രിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. തൻ്റെ സഹോദരന്മാരും കർത്താവായ യേശുവും തമ്മിലുള്ള ഒരു കുടുംബ കാര്യമായിരിക്കും അത്. ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ആ ദിവസം എത്ര ആനന്ദകരമായിരിക്കും, എത്ര ആശ്ചര്യകരമായിരിക്കുമെന്ന് ഒരല്പം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് യോസഫിൻ്റെ ഈ വെളിപ്പെടുത്തൽ. യോസഫ് വികാരവിവശനായിരിക്കുകയാണ്. അവന് തന്നെ തന്നെ അടക്കുവാൻ വഹിയാത്ത അവസ്ഥയിലാണ്. ഫറവോന്റെ ഗ്രഹത്തിൽ അവർ ഈ കരച്ചിൽ കേട്ടു. എന്നാൽ യോസഫിന്റെ ഗ്രഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. 3-ാം വാക്യത്തിൽ യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫാകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. ആ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചുപോയി. അതെത്രയും ഗൗരവമായി താങ്കൾക്ക് ചിന്തിക്കാമോ അത്രയും അധികം അവർ ഭ്രമിച്ചു എന്നതാണ് സത്യം.
ഒരുപക്ഷെ അവർ എവിടാ നിൽക്കുന്നതെന്ന് പോലും അവർക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരിക്കില്ല. നേരത്തെ അവർക്ക് ഉള്ളിൽ ഭയമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ശരിക്കും ഭ്രമിച്ചിരിക്കുകയാണ്, പേടിച്ചു വിറച്ചിരിക്കുകയാണ്. 25 വർഷത്തിലധികമായി അവർ അവനെ ഇസ്മായേല്യർക്ക് വിറ്റുകളഞ്ഞിട്ട്. ഈ സാഹചര്യത്തിൽ അവൻ അവരോട് പകരം വീട്ടുവാൻ വേണ്ടത് ചെയ്യുമെന്ന് അവർ ഉറപ്പായി വിശ്വസിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്ന് അവർ ചിന്തിച്ചു. സംഭവിക്കുവാൻ പോകുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് അവരുടെ മനസ്സിൽ കൂടി മിന്നിമറഞ്ഞു. അവർക്ക് മുട്ടടിക്കുകയോ തല ചുറ്റുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അവരൊക്കെ പരിഭ്രാന്തരായി. അവർ വളരെയധികം ഞെട്ടുകയും സംസാരിക്കാൻ പോലും വഹിയാതെ ഭയപ്പെടുകയും ചെയ്തു എന്ന് 4-ാം വാക്യത്തിൽ കാണുന്നു. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ടടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ, നിങ്ങളുടെ സഹോദരനാകുന്നു ഞാൻ. ഇത് കാണേണ്ട ഒരു രംഗം തന്നെയാണല്ലേ. അവർക്കപ്പോൾ എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? യോസഫിൻ്റെ ഇവിടുത്തെ പ്രതികരണം ശ്രദ്ധിച്ചാലും അവൻ കോപിച്ചിരിക്കുകയല്ല, അവൻ പ്രതികാരം ചെയ്യുവാൻ പരിപാടിയിടുന്നുമില്ല. ഒരു സാധാരണ വ്യക്തിയുടെ സ്വാഭാവികമായ പ്രതികാരം ചെയ്യുക എന്നതാണല്ലോ. എന്നാൽ യോസഫ് അങ്ങനെ ചെയ്യാത്തതെന്ത്? 5-ാം വാക്യത്തിൽ കാണുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇതിലെല്ലാം യോസഫിന് കാണുവാൻ സാധിക്കുന്നത് ദൈവോദ്ദേശ നിവർത്തിയാണ്. ദൈവം യോസഫിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. എന്തും മനോഹരമായിരിക്കുന്നില്ലേ? നിങ്ങളും ഞാനും ദൈവകരം നമ്മുടെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ ഇതുപോലുള്ള സാഹചര്യത്തിൽ നാം കോപിക്കുകയോ പ്രതികാരത്തിനായി ആഗ്രഹിക്കുകയോ ചെയ്യുമോ? ആരും അതിനൊരുമ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ഇതാ യോസഫ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. യോസഫ് മിസ്രൈമിൽ എത്തിയ സമയത്ത് അവന് 17 വയസ്സായിരുന്നു. അവൻ ഫറവോന്റെ മുൻപാകെ നിന്നപ്പോൾ അവന് 30 വയസ്സായിരുന്നു. തുടർന്ന് എല്ലാം സമൃദ്ധിയായി വിളഞ്ഞ 7 വർഷം. ഇപ്പോൾ 2 വർഷം പിന്നെയും കഴിഞ്ഞ് കഠിന ക്ഷാമം കൂടിയായി. അങ്ങനെ യോസഫിന് ഇപ്പോൾ 39 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് അവൻ മിസ്രൈം ദേശത്ത് പാർക്കുകയാണ്. ഇതിലെല്ലാം അവൻ ദൈവകരം ദർശിക്കുകയാണ്. ഇതിനേക്കാൾ മനോഹരമായ ഒരു മനോഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് സുഹൃത്തെ? 45-9 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. യോസഫ് തുടരുകയാണ്, നിങ്ങൾ ബന്ധപ്പെട്ട എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഈ പ്രത്യേക സമയത്ത് കനാൻ ദേശത്ത് പാർത്തിരുന്നെങ്കിൽ യാക്കോബിനും കുടുംബത്തിനും രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നില്ല എന്നാണിത് കാണിക്കുന്നത്. അവരാകെ നശിച്ചുപോയേനേയും. മിസ്രയീം ദേശത്തിലെ ഏറ്റവും നല്ല പ്രദേശമായ ഗോശൻ ദേശത്ത് തൻ്റെ കുടുംബത്തെ മുഴുവൻ കൊണ്ടുവരണമെന്നത്രേ യോസഫ് ആഗ്രഹിച്ചത്. ആ ദേശത്ത് വെച്ചാണ് ദൈവം അവരെ ഒരു ജാതിയാക്കി, ഒരു രാഷ്ട്രമാക്കി തീർക്കുന്നത്. അതെ, മറ്റുള്ള സകലരിൽ നിന്നും കാത്തുരക്ഷിച്ച്. ആ സഹോദരന്മാരുടെ ജീവിതം തന്നെ വെളിപ്പെടുത്തുന്നത് അവർ കനാൻ നാട്ടിൽ നിന്നും വെളിയിൽ വരേണ്ടതുണ്ട് എന്നത്രേ. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സഹോദരന്മാർ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല എന്ന്.
അവരെ വിശ്വസിപ്പിക്കുവാൻ യോസഫ് പാടുപെടുന്നത് പോലെ തോന്നുന്നു. അന്യോന്യം കണ്ണിൽ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. യോസഫിന്റെ സംസാരം കേട്ടിട്ട് അവർ വായും പൊളിച്ചങ്ങനെ നിൽക്കുകയാണ്. അവർക്കെല്ലാം അവിശ്വസനീയമായി തോന്നുന്നു. പക്ഷെ യോസഫ്, അവൻ തന്നെയാണല്ലോ ജീവനോടെ മുൻപിൽ നിൽക്കുന്നത്. യോസഫ് തൻ്റെ സഹോദരൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിനുശേഷം മറ്റ് സഹോദരന്മാരോടെല്ലാം ചേർന്നവൻ സല്ലപിച്ചു. അവരൊക്കെ സാവകാശം ഞെട്ടലിൽ നിന്നും വിമുക്തരാകാൻ തുടങ്ങി. തുടർന്ന് ഈ വാർത്ത നാടെങ്ങും പരക്കുവാൻ തുടങ്ങി. 16 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി. അത് ഫറവോനും അവന്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. യോസഫിന്റെ വീട്ടിൽ ഈ ബഹളമെല്ലാം നടക്കുകയായിരുന്നു. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അത് കേൾക്കാമായിരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയുവാൻ ഫറവോനും ആഗ്രഹിച്ചു കാണും. ഞാൻ ചിന്തിക്കുന്നത്, ഫറവോൻ യോസഫിന്റെ വീട്ടിലെ ഒരു ദാസനെ വിളിപ്പിച്ച് ഈ കാര്യം അന്വേഷിച്ച് കാണും എന്നത്രേ. അപ്പോൾ ആ ദാസൻ ഇങ്ങനെ പറഞ്ഞിരിക്കാനാണ് സാധ്യത: കനാനിൽ നിന്നും വന്ന 11 പുരുഷന്മാർ യോസഫിന്റെ സഹോദരന്മാർ ആണ് പോലും. അത് കേട്ടപ്പോൾ സന്തോഷമായി ഫറവോന്. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവീൻ, നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്: നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരേണം. രഥങ്ങൾ അയക്കുവാൻ ഫറവോൻ കൽപ്പന കൊടുക്കുന്നത് ശ്രദ്ധിച്ചാലും ഈ ചക്രം കണ്ടുപിടിച്ചത് ഒരു വലിയ കാര്യമായിരുന്നു. കനാന്യർ ഈ പറഞ്ഞ സമയത്തെങ്ങും രഥങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. എന്നാൽ മിസ്രൈമ്യർ വളരെ പുരോഗതി പ്രാപിച്ചവരായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 20 വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളത് ആകുന്നു. വാസ്തവത്തിൽ അവൻ പറയുന്നത്, നിങ്ങൾ അവിടെ നിന്ന് ഒന്നും കൊണ്ടുവരണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ ഞാൻ നൽകിക്കൊള്ളാം എന്നാണ്. 21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഇസ്രായേലിന്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസഫ് അവർക്കും ഫറവോന്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു, വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു. അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും, ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കൽ എത്തി. അവനോട്, യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. തൻ്റെ കാതുകളെ വിശ്വസിക്കുവാൻ യാക്കോബിന് സാധിക്കുന്നില്ല. അല്ല, ആരാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. യാക്കോബ് സ്തംഭിച്ചുപോയി എന്നാണ് നാം വായിക്കുന്നത്. 27 വാക്യത്തിൽ കാണുന്നത്, യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഒടുവിലായി യാക്കോബ് വിശ്വസിച്ചു. അവൻ അല്പം ഉത്സാഹമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. 28 വാക്യത്തിൽ, മതി, എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. എത്ര ആവേശഭരിതമായ പുരോഗമനങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. യോസഫിനെ കാണാമെന്നുള്ള ആ വലിയ ആഗ്രഹം മിസ്രൈമിലേക്ക് പോകുന്നതിനായി തീരുമാനമെടുക്കുവാൻ യാക്കോബിനെ സഹായിച്ചു. ഞാൻ ഊഹിക്കുന്നത്, മിസ്രൈമിൽ വരെ ഒന്ന് ചെന്ന് യോസഫിനെ കണ്ടിട്ട് ക്ഷാമമൊക്കെ കഴിയുമ്പോഴേക്കും കനാൻ നാട്ടിൽ തിരിച്ചെത്തുവാനായിരുന്നിരിക്കണം യാക്കോബിൻ്റെ പ്ലാൻ. എന്നാൽ തൻ്റെ ശവം മാത്രമാണ് കനാനിലേക്ക് തിരികെ വന്നത്. യാക്കോബ് മിസ്രൈമിൽ വെച്ച് മരിച്ചു. അവൻ്റെ കുടുംബം മുഴുവൻ അവിടെ പാർത്തെങ്കിലും യാക്കോബിനെ കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. ദൈവത്തിൻ്റെ വഴികൾ എത്ര അപ്രമേയമാണ്! അത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിനാൽ നാം നമ്മുടെ വഴികൾ ഉണ്ടാക്കി ദൈവത്തെ ആ വഴിയെ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ
ദൈവം അരുളി ചെയ്യുന്നത്, എന്നിൽ വിശ്വസിക്കൂ, എന്നിൽ ആശ്രയിക്കൂ, ഞാൻ ഒന്നും ദോഷമായി നിനക്ക് ചെയ്യില്ല എന്നത്രേ. സാധാരണ മനുഷ്യർ തങ്ങളെ ദ്രോഹിക്കുകയും തങ്ങൾക്ക് ദോഷം മാത്രം ചെയ്യുകയും ചെയ്ത ആളുകളെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടുകയില്ല. അവരോട് പകരം വീട്ടുവാൻ കിട്ടുന്ന അവസരം ഒന്നും കളയുകയുമില്ല. എന്നാൽ യോസഫ് അങ്ങനെ ആയിരുന്നില്ല. അവൻ രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവൻ ഒരു ദൈവ പൈതലായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്ന ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ യോസഫ് മഹാനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്താ, അവൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം അവനെ താങ്ങുന്നുണ്ടായിരുന്നു. ആ ദൈവകരത്തിൻ്റെ ശക്തിയിൽ അവൻ ഭയന്ന് വിറച്ചിരുന്ന അവൻ്റെ സഹോദരങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സകല സത്യസന്ധതയോടും പറഞ്ഞത് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഒരു മനുഷ്യന് തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ പറഞ്ഞതുപോലെ പ്രതികരിക്കുവാൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ മനോഭാവത്തിൻ്റെ പിൻപിലെ ശക്തി എന്താകുന്നു സുഹൃത്തെ? ചിന്തിച്ചു നോക്കൂ. അതെ, അതിൻ്റെ പിൻപിലെ രഹസ്യം യോസഫ് തന്നെ പറയുന്നു, എന്നാൽ ദൈവം. ഈ 2 വാക്കുകൾ സകലത്തെയും രൂപാന്തരപ്പെടുത്തി. എന്നാൽ ദൈവം. തൻ്റെ സഹോദരങ്ങളോട് പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ യോസഫിന് ഈ പറഞ്ഞ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ തൻ്റെ സഹോദരന്മാരോട് പറയുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. താങ്കൾ ആത്മാർത്ഥമായി ക്ഷമിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയെ ആലിംഗനം ചെയ്യുവാൻ താങ്കൾക്ക് സാധിക്കില്ല സുഹൃത്തെ. യോസഫ് തൻ്റെ സഹോദരന്മാരെ ശത്രുക്കളായി കണ്ടിട്ടില്ല. കാരണം അവൻ്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി. അവൻ പറഞ്ഞു, നിങ്ങളല്ല എന്നെ ഇവിടേക്ക് അയച്ചത്, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അവൻ എന്നെ ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടേക്ക് അയച്ചത്. അതെ, ജീവൻ രക്ഷിക്കുവാൻ, നന്മയ്ക്കായി. എത്ര പ്രാവശ്യമാണ് യോസഫ് പറയുന്നത്, എന്നാൽ ദൈവം. ദൈവിക വീക്ഷണത്തോടെ നിരന്തരം ജീവിതത്തെ മുൻപോട്ട് നയിച്ച ഒരു വ്യക്തിയായിരുന്നു യോസഫ്. അവരോട് ക്ഷമിച്ചതിൻ്റെയും അവരെ ധൈര്യപ്പെടുത്തിയതിൻ്റെയും മേലായി യോസഫ് തൻ്റെ സഹോദരങ്ങൾക്കൊരു വാഗ്ദാനം നൽകുന്നു. അത് അവർക്കൊരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല. അതായത് അവർ കനാനിലേക്ക് മടങ്ങിപ്പോയി തങ്ങളുടെ പിതാവിനെയും കൂട്ടി മിസ്രൈമിലേക്ക് വന്ന് സുഭിക്ഷമായി ജീവിക്കുവാൻ യോസഫ് പറയുന്നു. വാസ്തവത്തിൽ യോസഫ് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം കാണുന്നു. നിങ്ങൾക്ക് നമ്മുടെ പിതാവിനോടും തമ്മിലും നല്ല കരുതലുമുണ്ട്. പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ബെന്യാമീനെ നിങ്ങൾ കരുതുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളുടെ ജീവൻ പോലും അവന് പകരം നൽകുവാൻ നിങ്ങൾ തയ്യാറായല്ലോ. എന്തൊരു മാറ്റം, എന്തൊരു മാറ്റം! ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നത്രേ. വളരെ ആത്മീയത അഭിനയിക്കുമ്പോൾ തന്നെ തങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാത്ത കയ്പുള്ളൊരു ഹൃദയം പലരും സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് ദൈവത്തിൻ്റെ വഴിയല്ല. അതാരുമായിക്കൊള്ളട്ടെ. ഇവിടെ ഇതാ യോസഫ് നമ്മെ ശരിയായ വഴി കാണിക്കുന്നു. യോസഫിൻ്റെ നല്ല ഉദാഹരണം നമുക്ക് മുൻപിൽ നിരത്തി വച്ചിരിക്കുന്നത് എത്രയോ വലിയ വെല്ലുവിളിയാണ്. ഒരു ഔദാര്യമതി, കൃപാലു, നിസ്വാർത്ഥൻ, ക്ഷമിക്കുന്നവൻ, ധൈര്യപ്പെടുത്തുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ. നമ്മുടെയൊക്കെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നത് നമ്മുടെ മനോഭാവത്തിലൂടെയാണ്. എനിക്ക് തെറ്റായ ഒരു മനോഭാവം ഉള്ളപ്പോൾ ഞാൻ ജീവിതത്തെ മാനുഷികമായിട്ടാണ് വീക്ഷിക്കുന്നത്. എന്നാൽ എനിക്ക് ശരിയായ മനോഭാവം ഉള്ളപ്പോൾ ഞാൻ ജീവിതത്തെ ദൈവികമായ വീക്ഷണത്തോടെയാണ് കാണുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ ശരിയാക്കുവാൻ സാധിക്കൂ സുഹൃത്തെ. അതത്ര യോസഫിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം, സൗരഭ്യം. അവനൊരു മഹാനായിരുന്നു. കാരണം അവൻ്റെ മനോഭാവം, ശരിയായ മനോഭാവം. നമുക്കും വളരെയേറെ സത്യങ്ങൾ ഈ ജീവിതത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയും. 1-2 ഞാനിവിടെ പറയട്ടെ. ഒന്ന്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ പദ്ധതി വിശ്വാസത്താൽ കാണുവാൻ എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ മനോഭാവം ശരിയായിത്തീരും. ശ്രദ്ധിച്ചില്ലേ? ദൈവമാകുന്നു എന്നെ അയച്ചത്. ദൈവം. താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവമാണ് താങ്കളെ ആക്കിയതെന്ന് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയാത്തിടത്തോളം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ പ്രയോജനപ്പെടില്ല,
നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കില്ല. അതാ ജോലി ആയിക്കൊള്ളട്ടെ, കല്യാണം കഴിച്ചു വന്ന വീടായിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് സ്ഥലവുമായിക്കൊള്ളട്ടെ, അത് ദൈവമാണ് നിങ്ങളെ അവിടെ ആക്കിയത് എന്ന ചിന്ത. രണ്ടാമതായി, എൻ്റെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം വിശ്വാസത്താൽ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ എന്നിലൊരു ശരിയായ മനോഭാവം ഉണ്ടാകും. ഏത് സാഹചര്യവും പല്ല് ഞരമി, മൂക്ക് ചീറ്റി, പിറുപിറുത്തുകൊണ്ട് ഓരോ ദിവസം ആരംഭിക്കേണ്ടതല്ല നമുക്ക് ലഭിക്കുന്ന ആയുസ്. അതെ, എൻ്റെ സാഹചര്യം രോഗമായിക്കൊള്ളട്ടെ, പ്രയാസമായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ ദുഷിക്കുന്നതായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളെല്ലാം ദൈവത്താൽ നിയന്ത്രിതമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവിടെ എൻ്റെ മനോഭാവം ശരിയാകും. മൂന്നാമതായി, വിശ്വാസത്താൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലവും സാഹചര്യവും നല്ലത് എന്ന് അംഗീകരിക്കുവാൻ കഴിയുമ്പോൾ എൻ്റെ മനോഭാവം ശരിയാകും. വിശ്വാസത്താൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലവും സാഹചര്യവും നല്ലത് എന്ന് അംഗീകരിക്കുവാൻ കഴിയുമ്പോൾ എൻ്റെ മനോഭാവം ശരിയാകും. യോസഫിനോട് ചേർന്ന് എന്നാൽ ദൈവം എനിക്ക് നന്മയ്ക്കായി തീർത്തു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്കൊരനുഗ്രഹമാകും. അങ്ങനെ ആകുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ സുഹൃത്തെ? ശരിയായ മനോഭാവം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും അത് ഉണ്ടാകുന്ന വിധവും യോസഫിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചു. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.